ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ്സിനി വേൾഡിലേക്ക് സ്വാഗതം. ഇതൊരു വ്യക്തിയെക്കുറിച്ചുള്ള കഥയല്ല, ഒരു രാജാവിനെ കുറിച്ചാണ്. മയക്കുമരുന്നിന്റെ രാജാവ്. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. അവൻ കോടികൾ ഉണ്ടാക്കി. ആകാശവും നിലാവും എല്ലാം അവന്റെ കീഴിലായി. അവൻ കാരണം ഒട്ടനവധി മനുഷ്യരുടെ ജീവിതം തകർന്നു. പക്ഷേ ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നു. അവന്റെ കണ്ണിൽ കണ്ണീരില്ല, ഹൃദയത്തിൽ ഭയമില്ല. അവന്റെ ഇടത് കൈയിൽ പണത്തിന് വിലയില്ല, വലത് കൈയിലോ നീതിയുടെയും നിഷ്കളങ്കരുടെയും വാക്കുകൾ മാത്രം. ഒരടി പോലും പിഴക്കാതെ മയക്കുമരുന്നിന്റെ രാജാവിനെ വേരോടെ പറിച്ചു കളഞ്ഞു. അതൊരു കൊലപാതകമല്ല, ഒരു വിമോചനം. കാരണമില്ലാതെ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി, നശിച്ച കുടുംബങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആ രാജാവിനെ കൊന്നതിൽ ഒരു റിവെഞ്ച് സ്റ്റോറിയുണ്ട്. ഈ ലോകം കേൾക്കേണ്ട ഒരു കഥ. പിന്നെ ഇന്നൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് കേട്ടോ. ഈ ഒരു ലോകം എങ്ങോട്ടാ പോകുന്നത് അല്ലേ? കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ മയക്കുമരുന്ന് അടിമകളായിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം മുതിർന്നവർക്കായി ചില ചോദ്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയത് കൂട്ടിലിട്ട കോഴികളെ പോലെയാണോ, അതോ അവർ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ? ഉള്ളിൽ തൊട്ട് ചിന്തിക്കുക. ഒരുപക്ഷെ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇത് പഴയ കാലമല്ല, ടെക്നോളജികൾ വാഴുന്ന കാലമാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മക്കളെ ഓരോ കാര്യത്തിൽ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ, അവർക്ക് എപ്പോഴാണോ ചാൻസ് കിട്ടുന്നത് അപ്പോൾ അവർ ആ കാര്യം ചെയ്യും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ ഒരു ആന്റി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി ആണെങ്കിൽ തന്റെ മകന് ഫോണൊന്നും കൊടുക്കില്ല. ഇനി അഥവാ കൊടുത്താൽ തന്നെ ഒരു ഫിക്സ്ഡ് ടൈമിലാണ് കൊടുക്കുക. പക്ഷേ ഈ കൊച്ചാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അവന്റെ സുഹൃത്തുക്കൾക്കോ വീട്ടിൽ പരമസുഖം, കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവന്റെ കൂട്ടുകാർ ഡിസ്കസ് ചെയ്യുന്ന ഗെയിമിനെ കുറിച്ചൊക്കെ അവൻ എപ്പോഴും കേൾക്കാറുണ്ട്. അവന് ഫോൺ കിട്ടാത്തോണ്ട് അത് കളിക്കാനും പറ്റിയിട്ടില്ല. വീട്ടിലൊരു പാർട്ടി നടന്ന ദിവസം എല്ലാവരും അതിന് തിരക്കിലായിരുന്നു. അവസരം കിട്ടിയ ഈ പയ്യൻ ആന്റിയുടെ ഫോൺ എടുത്ത് ഒരു കാറിന്റെ അകത്ത് കയറി ഡോർ അങ്ങ് ലോക്ക് ചെയ്തു. എന്നിട്ട് ഗെയിം അങ്ങ് കളിച്ചു തുടങ്ങി. അവൻ അവന്റെ ആശ അങ്ങ് നിറവേറ്റി. പക്ഷേ അവനൊരു ആസ്മ പേഷ്യന്റ് ആണെന്നുള്ള കാര്യം അവൻ പോലും മറന്നിരുന്നു. കാറ് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവന് ശ്വാസം കിട്ടാതായി. അവൻ ജീവനു വേണ്ടി പിടഞ്ഞു. എന്തോ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ പോലെ ആ കാറിന്റെ ഓണർ പാർട്ടി കഴിഞ്ഞ് ആ കാർ തുറന്നു. ആ പിഞ്ചു കുഞ്ഞ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതെല്ലാം സംഭവിച്ചത് ആന്റി അവനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമാണ്. സോ പ്ലീസ്, നിങ്ങളുടെ കുട്ടികളെ ഒന്നിനും വിലക്കരുത്. അവർ ടെക്നോളജി കണ്ടും ഉപയോഗിച്ചും ഒക്കെ വളരട്ടെ. ഒരു ടൈം ആവുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന്. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന അനിയന്മാരോടും അനിയത്തികളോടും എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ റോൾ മോഡൽ ആരാ? ആൽബർട്ട് ഐൻസ്റ്റീനോ അതോ ഗാന്ധിജിയോ? അതേ എന്നാണ് ഉത്തരമെങ്കിൽ അവർക്ക് എന്റെ ബിഗ് സല്യൂട്ട്. മറിച്ച് യുവ സിനിമാ നായകന്മാരാണോ അതോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ? ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളും അവരെ പോലെ ആവണമെന്ന് വിചാരിച്ചിട്ടില്ലേ? എന്നാ കേട്ടോ, അവരാരും അവരുടെ ലൈഫിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചല്ല സക്സസ് ആയത്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. കഥ കേൾക്കാൻ വന്ന നിങ്ങളെ ഉപദേശിച്ചത് നിങ്ങളുടെ മാത്രം നല്ലതിനാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മറിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നിയാൽ പ്ലീസ് ഗോ ഫോർവേഡ് ആൻഡ് സക്സസ് ആയി മാറുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് സബ്സ്ക്രൈബായും കമന്റായും അറിയിക്കുക. നേരത്തെ ഞാൻ നിങ്ങളോട് ഒരു രാജാവിന്റെ കാര്യം പറഞ്ഞില്ലേ? മയക്കുമരുന്ന് വിറ്റ് ജീവിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. മാരിയോ എന്നാണ് ഇയാളുടെ പേര് കേട്ടോ. ഈ ഒരു വ്യക്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആയ കാലത്ത് ആശാൻ ഒരു രാജാവിനെ പോലെ ജീവിച്ചാണ് കേട്ടോ. ജോലിക്കാരും പ്രജകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്, ജയിലിലാന്ന് മാത്രം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ജയിലിൽ കിടന്ന ഏതൊരു മനുഷ്യൻ നന്നാവുമെന്നൊക്കെ? അങ്ങനെ ഈ മാരിയോ ഇപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ. യാതൊരു രീതിയിലുള്ള ഡീലിങ്ങും അവനിപ്പോ നടത്തുന്നില്ല. പക്ഷേ അവന് 2 തലതെറിച്ച മക്കളുണ്ട്. ഏറ്റവും ഇളയവനാണ് കീക്കെ. മാരിയോ ഡ്രഗ് ഡീൽ നിർത്തിയെങ്കിലും മക്കൾ രണ്ടുപേരും നിർത്തിയിട്ടില്ല. മാരിയോക്ക് ആണെങ്കിൽ ഇപ്പോ പഴയ പോലെയല്ല, ഉഷാറൊന്നുമില്ല. ആശാൻ ഇപ്പൊ തീരെ വയ്യ, വയസ്സൊക്കെ ആയില്ലേ. ജയിലൊരു ഡോക്ടർ ഉണ്ടാവൂലേ, അങ്ങനെ ഒരു ഡോക്ടർ വന്നിട്ട് ഇവനെങ്ങനെ പരിശോധിക്കുകയാണ്. അതായത് ചലനശേഷി ഉണ്ടോ, സംസാരിക്കാൻ കഴിയുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. മാരിയോക്ക് ആണെങ്കിൽ സംസാരിക്കാനൊക്കെ കഴിയൂട്ടോ. പക്ഷേ ഒന്നെണീറ്റ് നിൽക്കാനും സ്വന്തമായി ഭക്ഷണം കഴിക്കാനൊന്നും ആശാൻ ഇപ്പൊ സാധിക്കുന്നില്ല. ഡോക്ടർമാർ പൊതുവെ ഒരു സജഷൻ കൊടുക്കുമല്ലോ. അങ്ങനെ മാരിയോനോട് പറയും, ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നോക്കും, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറാന്നൊക്കെ പറയും. അങ്ങനെ മാരിയോനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് പുറത്ത് പറഞ്ഞേക്കായിരിക്കും. ഈ സമയത്താണെങ്കിൽ മൂത്ത മകനായ ടൊയിനോ ഉണ്ടല്ലോ, അവനിങ്ങനെ കാത്തിരിക്കണ്ടാവട്ടോ അവന്റെ അച്ഛനെ കൊണ്ടുപോകാനായിട്ട്. ഈ സമയത്ത് കീക്കെ ആണെങ്കിലോ അവന്റെ അച്ഛനെ പിക്കാണെന്ന് വന്നിട്ടില്ല കേട്ടോ. അവനിപ്പോ ഒരു ഡീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ടൊയിനോ നേരെ കീക്കിനെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഈ മാരിയൊക്കെ കൊണ്ടുപോയി കൊടുക്കൂട്ടോ. അപ്പൊ മാരിയോന്റെ ഒരു ചോദ്യം ഉണ്ട്, അല്ല മോനെ നീ എവിടെ പോയി കിടക്കാണ്? അല്ല നിനക്ക് ഇന്നെ റിലീസ് ആകുന്ന കാര്യമൊന്നും അറിയില്ലേ? നിനക്കിപ്പോ എന്നെക്കാളും പ്രയോറിറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ. കീക്കെ ആണെങ്കിലോ ഈ ചെറിയ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളോട് കള്ളം പറയൂലേ.
അങ്ങനെ ഒരു കാര്യം ഔട്ടോ പറയാ, ഞാനിപ്പോ കടലിലാണ്, ഞണ്ടിനൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഈ ഞണ്ടിന്റെ കാലാണെങ്കിൽ ഒടിഞ്ഞിട്ടുണ്ട്. സ്വയം ഒഴിഞ്ഞു മാറിയൊരു മറുപടിയായിരുന്നു അത്. മാത്രല്ല ഒരു കാര്യം കൂടെ കീക ചോദിക്കും, അല്ല ഇനിയിപ്പോ എന്താ പ്ലാന്, നമുക്ക് നേരെ പോവല്ലേ നമ്മുടെ വീട്ടിലേക്ക്, നിങ്ങൾ രണ്ടുപേരും പോയിക്കോളൂ, ഞാൻ പതിയെ വന്നേക്കാം, അങ്ങനെയൊക്കെ പറയൂട്ടോ. അതെന്താന്ന് വെച്ചാൽ ആശാന് വേറെ പരിപാടി ഉണ്ടല്ലോ. അത് മയക്കുമരുന്നിന്റെ ബിസിനസ് ആയിരുന്നില്ല കേട്ടോ, ഒരു തന്നെ കൊല്ലാനുള്ള പ്ലാൻ ആയിരുന്നു. ആ മരിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇവരുടെ ആള് തന്നെയാണ് കേട്ടോ. ഏതൊരു ഡോൺ ആണെങ്കിലും ചതിയിലും വഞ്ചയിലും മാപ്പില്ല എന്നൊക്കെ പറയില്ലേ. ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ചരക്കുണ്ടാവുമല്ലോ, ഈ ലോഡൊക്കെ, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചില വിവരങ്ങൾ ഒറ്റിയിട്ടുണ്ടാകും. എന്തായാലും കീക്ക് അവനെ കൊല്ലുന്നത് എങ്ങനെയെന്ന് വെച്ചാല് വെള്ളം കിട്ടാതെ ആളെ മരിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ടോയിനോ ആണെങ്കിൽ തന്റെ അച്ഛനെ കൊണ്ടുപോകാൻ വന്നാണല്ലേ. അവൻ അവന്റെ അച്ഛനോട് ഇങ്ങനെ പറയൂട്ടോ, അച്ഛാ നമ്മുടെ വീട് ഇപ്പൊ കൊട്ടാരം പോലെയാണ്, അച്ഛൻ അവിടെ രാജാവിനെ പോലെ വാഴ, ഭക്ഷണം പാകം ചെയ്യാനും കുളിപ്പിക്കാനും അച്ഛന്റെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ആളുകളുണ്ട്. എന്തായാലും ഇത്രയും കാലം അച്ഛൻ ജയിലിലായിരുന്നില്ലേ, ഇനിയുള്ള കാലം രാജാവിനെ പോലെ വാഴണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂട്ടോ. നേരത്തെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, മേരിന്റെ മക്കളാണ് ഇപ്പൊ ബിസിനസ് നടത്തുന്നത്. പക്ഷേ അതിലൊരു കോമഡി ഉണ്ട് കേട്ടോ. ഇവന്മാർ എപ്പോ ട്രാൻസ്പോർട്ടിങ് നടത്തിയാലും അത് പിടിക്കപ്പെടും. ഇതുവരെ ഒരു പ്രോഫിറ്റ് പോലും അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, മേരിയെ മുൻപ് ഉണ്ടാക്കി വെച്ച സ്വത്തുക്കളെല്ലാം അവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ആവശ്യം എന്താന്ന് വെച്ചാല് ഈ മാരിയോനെ കൊണ്ടുപോയിട്ട് അവരുടെ ഐഡിയാസോ കിട്ടണം, എങ്ങനെയാണ് ഡീലിംഗ് നടത്തേണ്ടത്, എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളെ മാരിയോ ആണെങ്കിലോ, പിന്നെ നീ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാട്ടോ, അതിന് വെച്ച വെള്ളം ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെച്ചേക്ക്, ഞാൻ എന്തായാലും വീട്ടിലോട്ടൊന്നും പോരുന്നില്ല. പിന്നെ എന്നെ പരിശോധിച്ച ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ എനിക്കൊരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഹെൽത്ത് സെന്റർ. എന്റെ A to Z കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ ഇഷ്ടം പോലെ നേഴ്സുമാരുണ്ട്. അതുകൊണ്ടേ എന്റെ മക്കൾ ആരും തന്നെ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടണ്ട എന്നും പറഞ്ഞ ആശാൻ അവിടെ നിന്ന് പോകും. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ആയ അന്റോണിയോനെ കാണിക്കുന്നത്. അവൻ ഇപ്പൊ ഒരു നേഴ്സായി വർക്ക് ചെയ്യാണ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത്. അതെന്താന്ന് വെച്ചാല് അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കും. അവരിങ്ങനെ കാത്തിരിക്കായിരിക്കും ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. നമ്മൾ കാണുന്ന സീൻ എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ ഭാര്യ പ്രഗ്നന്റ് ആണെന്നുള്ളത്, ഈ ഭർത്താക്കന്മാർക്കും അതിലുള്ള ട്രെയിനിങ് കൊടുക്കൂട്ടോ. അങ്ങനെയുള്ള ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് രണ്ടുപേരും ഇങ്ങനെ മടങ്ങായിരിക്കൂട്ടോ. ജൂലിയ എന്നാണ് കേട്ടോ അവന്റെ ഭാര്യയുടെ പേര്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അന്റോണിയോ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഒരു ഹെൽത്ത് സെന്റർ, അങ്ങോട്ടേക്ക് എത്തും. തുടർന്ന് ജൂലിയോ വീട്ടിലേക്കും അന്റോണിയോ ഓഫീസിലും കയറും. പിന്നെ നമ്മൾ കാണുന്നത് അവന്റെ വർക്ക് ഒക്കെയാണ് കേട്ടോ. ഈ ഹെൽത്ത് സെന്ററിൽ കംപ്ലീറ്റ് വയസ്സായ ആൾക്കാരായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ വയസ്സായ ഒരു വ്യക്തി ഉണ്ടാവും, ഒരു പേഷ്യന്റ്. അയാൾ ഭക്ഷണം കഴിക്കാനൊന്നും സമ്മതിക്കൂല കേട്ടോ. ഭക്ഷണം കൊടുക്കാനിരുന്നത് ഒരു നേഴ്സ് ആയിരുന്നു. ആ നേഴ്സിനാണെങ്കിൽ ആളുകളെ സോപ്പിടാനുള്ള കഴിവെന്നൊക്കെ പറയില്ലേ, അതൊന്നുമില്ല. ഈ ഒരു വൃദ്ധം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോ നമ്മുടെ നായകൻ നേരെ വന്നിട്ട് ഒരു ഐഡിയ എടുക്കും. വേറെ ഒന്നുമല്ല, പിന്നെ നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് തീർക്കുകയാണെങ്കിൽ നിങ്ങളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഒരു സിഗരറ്റ് മേടിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വലിക്കാന്ന് പറയും. പിന്നെ ഒന്നും നോക്കാതെ ആ ഭക്ഷണം എടുത്താണ് കഴിച്ചു. മാത്രല്ല ഈ ഒരു നേഴ്സ് ഇത് കേട്ടപ്പോ ആന്റോണിന് ഒരു നോട്ട് എങ്ങനെ നോക്കും, കാരണം സിഗരറ്റ് ആണല്ലോ മേടിച്ചു തരാന്ന് പറഞ്ഞത്, ഇയാളാണെങ്കിൽ രോഗിയാണല്ലോ. അതൊന്നും യാതൊരു പ്രശ്നമില്ല. ഇങ്ങനെ ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ആ സിഗരറ്റിന്റെ കാര്യം മറന്നിട്ടുണ്ടാകും. പിന്നെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അതും പറഞ്ഞ് ആശാൻ അവിടെ നിന്ന് പോകൂട്ടോ. അപ്പൊ അതാണ് ആശാന്റെ ക്യാരക്ടർ. ഈ പേഷ്യൻസിനൊക്കെ എങ്ങനെ നോക്കണം, എങ്ങനെ കയ്യിലെടുക്കുക, അങ്ങനത്തെ ട്രിക്കൊക്കെ ആശാന്റെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മളുടെ അന്റോണി ആണെങ്കിൽ ജസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളൂ, ഡ്യൂട്ടി ജസ്റ്റ് സ്റ്റാർട്ട് ആവുന്നുള്ളൂ. അങ്ങനെ അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഡ്യൂട്ടിയിൽ കയറാനേ പുറത്തിറങ്ങിയപ്പോ മെഴ്സഡീസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അവളുടെ അടുത്തേക്കാണ് അവൻ എത്തുന്നത്. മാത്രല്ല അവളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അന്റോണിയോ ഇന്ന് നമുക്കൊരു പുതിയൊരു അഡ്മിഷൻ ഉണ്ട്. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ബഡാ പാർട്ടി. ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നീ തന്നെ നോക്കണം, കാരണം അതൊരു VIP ഗസ്റ്റ് ആണ്. അതും കൂടി കേട്ടപ്പോ ആന്റോണിയൊക്കെ ആണെങ്കിൽ എക്സൈറ്റ്മെന്റ് ആയി. അവന് ഡോക്ടറോട് ചോദിക്കും, അല്ല ആരപ്പോ ആ ഒരു ബഡാ പാർട്ടി? ചോദ്യത്തിന് ഈ ഡോക്ടർ ആണെങ്കിൽ ഒരു പേര് പറയും, മാരിയോ. ആ പേര് കേട്ട ഉടനെ നമ്മുടെ അന്റോണിയോന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പോകുന്നുണ്ട്. അവൻ ഉദ്ദേശിച്ച ആ ഒരു വ്യക്തി തന്നെയാണോ വരുന്നത് എന്നുള്ളത് കൺഫേം ആക്കാനായിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഏത് മാരിയോ? ആ ഡ്രഗ് കേസിലൊക്കെ അകത്ത് കിടക്കുന്ന, ആ ജയിലിൽ കിടക്കുന്ന അയാളോ? അതെ, അയാള് തന്നെയാണ്. ഇനി മുതൽ നിന്റെ ഡ്യൂട്ടി അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കലാണ്, വേറെ ആരും നീ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയൂട്ടോ. മാത്രല്ല ഈ ഒരു സമയം കൊണ്ട് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും, ആ വൃദ്ധനായ ഡ്രഗ് ഡീലറും രണ്ട് മക്കളും. അങ്ങനെ അവിടെ വല്ലാത്തൊരു ഡിസ്കഷനാണ് നടക്കുന്നത്. ഈ രണ്ട് ആൺമക്കളുണ്ടല്ലോ, അവരുടെ കയ്യിലൊരു പ്ലാനിങ് ഉണ്ടാകും. എന്താന്ന് വെച്ചാല് കൊളംബിയയിൽ നിന്നും കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് ചരക്കുമായിട്ട്. ചരക്ക് എന്ന് പറഞ്ഞാല് ഹൈ ഡോസ് ഉള്ള മയക്കുമരുന്ന്. ഇവരത് കളക്ട് ചെയ്തിട്ട് ചൈനക്കാരെ ഏൽപ്പിക്കണം. പിന്നെ ചൈനക്കാർ കൊടുക്കുന്ന ആ ഒരു ക്യാഷ് ഉണ്ടല്ലോ, ഈ ഒരു മയക്കുമരുന്നിന്റെ ക്യാഷ്, ആ ക്യാഷ് ആണെങ്കിൽ കൊളംബിയക്കാരെ ഏൽപ്പിക്കണം. ഈ ഒരു ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം, അതാണ് ഇവർക്കുള്ള ഡ്യൂട്ടി. പിന്നെ ടോയിനോ ആണെങ്കിൽ അച്ഛൻ അങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ നോക്കൂട്ടോ. അച്ഛ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, പോലീസ് ഒന്നും നമ്മളെ പിടിക്കില്ല, കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാൻ ആണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. ഈ രണ്ടെണ്ണം സ്വന്തം മക്കളാണല്ലോ, അവരുടെ പ്ലാനിങ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു മാരിയോക്ക് അറിയാതിരിക്കൂലല്ലോ. മാരിയോ ആണെങ്കിൽ ഒരൊറ്റ ചോദ്യം അങ്ങ് ചോദിച്ചു, പിന്നെ ഈ ചൈനക്കാർ ചരക്ക് വാങ്ങിയിട്ട് ക്യാഷ് എന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡീലിംഗ് കൊളംബിയക്കാരായിട്ടാണ്, എവിടെയെങ്കിലും ചെറിയൊരു പാഴ്ച പറ്റിയാൽ മതി, പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പോയിട്ട് നിങ്ങളുടെ ജീവൻ പോലും അവിടെ ഉണ്ടാകില്ല. ഇവരുടെ അച്ഛനാണെങ്കിൽ ആ ഡീലിംഗിന് സമ്മതിക്കൂല. പിന്നെ അവിടെ വല്ലാത്തൊരു വാക്ക് തർക്കാണ് നടക്കുന്നത്. സ്വന്തം മക്കള് അച്ഛനെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് അവിടെ. സംഭവം ശരിയാണ്, ഇത്രയും കാലം മയക്കുമരുന്നിന്റെ ബിസിനസ് ഒക്കെ നടത്തി, പക്ഷേ ഇപ്പൊ ആള് വയസ്സായി
പാസ്സായില്ലേ, ആ ഒരു കരുണ പോലും അയാളുടെ മക്കൾക്കില്ല. ഈ ഒരു സമയത്താണ് നമ്മളുടെ ആ ഡോക്ടറും അന്റോണിയോയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആ റൂമിൽ എത്തിയ ഉടനെ അന്റോണിയോ തമാശ രൂപത്തിൽ ഒരു കാര്യം ഇങ്ങനെ പറയും, അല്ല ആരെയാണ് ഞാൻ നോക്കേണ്ടത്, ഇതിൽ ആരാ അപ്പൊ വയ്യാതിരിക്കുന്നത്, അങ്ങനെയൊക്കെ. മാരി ഒന്നും തന്നെ അപ്പൊ പറയില്ല. അവന്റെ സ്വന്തം മക്കള് താൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും ആ ഒരു ഡീലിംഗ് വേണ്ടാന്ന് വെക്കുന്നില്ലല്ലോ. അതിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ട് ആശാന്. അതിനുശേഷം അന്റോണി ആ വൃദ്ധനെ കൊണ്ട് ചെക്കിങ്ങിനായി പോകും. അതായത് അയാളുടെ ശരീരം തളർന്നിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പൊ എത്രത്തോളം തളർച്ചയുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് പിന്നെ ഒരു തെറാപ്പിയൊക്കെ ചെയ്യൂട്ടോ. ഈ സമയത്ത് നമ്മുടെ ചെക്കനാണെങ്കിൽ ചെറിയൊരു പന്തികേടൊക്കെ തോന്നൂട്ടോ. കാരണം എന്താന്ന് വെച്ചാലേ ഈ മാരിയോന്റെ അവസ്ഥ വളരെ മോശമാണ്, സ്വന്തമായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇയാളിപ്പോ കൈയൊക്കെ അനക്കുന്നുണ്ട്. ഒന്നുകൂടെ പരീക്ഷിക്കാനായിട്ട് ഒരു ബാൽ എടുത്ത് അയാളുടെ കൈയിന്റെ അങ്ങോട്ടേക്ക് ഉരുട്ടും. ആ ജയിലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരാനായിട്ട് മാരി കാണിച്ചൊരു സൂത്രായിരുന്നു അത്. വേറൊന്നുമല്ല, ആശാന് ചെറുതായിട്ട് കൈയൊക്കെ അനങ്ങൂട്ടോ. ഇതും കൂടി കണ്ടപ്പോ നമ്മുടെ ചെക്കന്റെ ഡൗട്ട് അങ്ങ് കൺഫേം ആയി. മാരിയോക്ക് ചെറിയ രീതിയിൽ കൈയൊക്കെ അനക്കാൻ പറ്റും. മാത്രല്ല ആ ജയിലിലെ ഡോക്ടർ ഉണ്ടല്ലോ, അവനെ ആ ഡോക്ടർ പരിശോധിച്ചപ്പോ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈ അനക്കാൻ പറ്റാതിരുന്നത് ജയിലിൽ നിന്ന് മോചിതരാവാനുള്ള അവന്റെ ഐഡിയ ആണെന്നുള്ളത് നമ്മുടെ ചെക്കന് മനസ്സിലായി. പക്ഷെ അതൊന്നും അവൻ അപ്പൊ പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇതിപ്പോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കുറച്ച് ദിവസം ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് ഇത് കംപ്ലീറ്റ് ആയി സുഖപ്പെടും എന്നൊക്കെ അന്റോണിയോ ഇങ്ങനെ പറയൂട്ടോ. തന്റെ അച്ഛനോട് യാത്ര പറഞ്ഞ് അന്റോണിയോട്, പിന്നെ ഞാൻ ആരാന്നറിയാലോ, എന്റെ അച്ഛനെ നല്ല രീതിക്ക് നോക്കിക്കോട്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കി കഴിഞ്ഞാല് ഞാനൊരു വരവിങ് വരും, പിന്നെ നീ പുറലോകം കാണില്ല എന്നും പറഞ്ഞ് കീക്കയും ടൊയിനോവും അവിടെ നിന്ന് പോകും. ഈ സമയത്ത് നമ്മുടെ അന്റോണിയോ ഉണ്ടല്ലോ, അവൻ ഈ വാഷ്റൂമിൽ പോകൂട്ടോ. മാത്രല്ല ഒരുമാതിരി പേടിച്ച അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അന്റോണിയോവും മാരിയോവും തമ്മിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അവന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തീക്ഷ്ണതയേറിയതായിരുന്നു. അന്നേ ദിവസത്തെ ജോലിയെല്ലാം തീർത്ത് അന്റോണിയോ നേരെ വീട്ടിലേക്ക് പോകും. മാത്രല്ല വീട്ടിലെത്തി അവൻ കാണുന്നത് ടിവിയിൽ ഒരു ന്യൂസ് ആണ്. എന്താന്ന് വെച്ചാല് ഈ മാരിയോനെ റിലീസ് ചെയ്തില്ലേ, ആ ഒരു കാര്യത്തിന് അവിടെയുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെ പ്രതിഷേധിക്കുന്നുണ്ടാകും. അതായത് ഗവൺമെന്റ് എന്തിനാണ് അവനെ റിലീസ് ചെയ്തതെന്നും, മാത്രല്ല ഈ ദ്രോഹി കാരണം എല്ലാവർക്കും ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു നാടിനെ കംപ്ലീറ്റ് ആയിട്ട് അവൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ന്യൂസ് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ. ആന്റോണി എന്തോ ഒരു കാര്യം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടിട്ട് ജൂലിയ കാര്യം എന്താന്നൊക്കെ അന്വേഷിക്കും. തനിക്ക് പുതിയൊരു പേഷ്യന്റിനെ കിട്ടിയ കാര്യം ആന്റോണിയോ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. പക്ഷേ അത് മാരിയോ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. മാരിയോ ചികിത്സയിലായിട്ട് ഇന്നേക്ക് 2ാം ദിവസം. തന്റെ പേഷ്യന്റിനെ കാണാനായി ആന്റോണിയോ നേരെ റൂമിലേക്ക് വരും. ഈ സമയത്ത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു നേഴ്സ് ഇല്ലേ, ആ ഒരു നേഴ്സ് ഉണ്ടാവട്ടെ ഇവിടെ. മാത്രല്ല അവൾ ഈ മാരിയോനെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന് ബാത്റൂമിൽ പോവാന് ആ കാര്യത്തിനൊക്കെ ഇങ്ങനെ വിളിക്കുമായിരിക്കും. മാരിയോ ഉണ്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. പിന്നെ പറയണ്ടല്ലോ പൂരം, ആ നേഴ്സിനാണെങ്കിൽ വയറ് നിറച്ച് കിട്ടുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് കേട്ടോ ആന്റോണി ഇങ്ങനെ കയറി വരുന്നത്. ആശ നേരെ കയറി വന്ന് ആ നേഴ്സിനോട് പറയും, പിന്നെ മാരിയോയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ബാക്കിയുള്ള പേഷ്യൻസിന്റെ കാര്യം നോക്കിയേക്കെന്ന് പറയും. നേരത്തെ ഒരു വൃദ്ധനെ സൂത്രത്തില് ഭക്ഷണം കഴിപ്പിച്ചല്ലോ, അതേപോലെ തന്നെ ഈ ഒരു മാരിയോനെ അവൻ അനുസരിപ്പിക്കും. പക്ഷെ ഒരൊറ്റ കാര്യം പറയുള്ളൂ കേട്ടോ, സാറിന്റെ ഇപ്പൊ വീൽ ചെയറിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, പക്ഷേ ഇതിനു മുമ്പ് ഞാൻ നോക്കിയിരുന്ന ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, പാവം, മരണം വരെ ആ ഒരു കടക്കയിൽ കിടന്നു. നമുക്ക് കഴിവുള്ള അത്രയും കാലം നമ്മൾ നടക്കാനും ഓരോ പ്രവൃത്തികൾ ചെയ്യാനും എല്ലാം ശ്രമിക്കണം. ഇന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത അടിപൊളി ആക്ടിവിറ്റി ഒക്കെയാണ് ഞാൻ തരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ മാരിയോനെ അവനിങ്ങനെ കയ്യിലെടുക്കും. വെറും വാക്ക് മാത്രല്ല കേട്ടോ, ആ ഒരു ഹെൽത്ത് കെയർ ഇല്ലേ അതിന്റെ പുറത്തായിട്ട് നല്ല ഭംഗിയേറിയ ഗാർഡൻ ഒക്കെ ഉണ്ടാകും. ആന്റോണി ആണെങ്കിൽ മാരിയോടെ വീൽ ചെയറിലൊക്കെ ഇരുത്തി ആ പരിസരവും ആ ഗാർഡനും എല്ലാം കാണിച്ചു കൊടുത്ത് മാരിയോടെ മനസ്സ് തണുപ്പിച്ചു. കാര്യങ്ങൾ അവിടെ ഒന്നും തീർന്നില്ല കേട്ടോ. പിന്നെയുള്ള ടാസ്ക് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലായിരുന്നു. കുറച്ചു ടൈം പരിശ്രമിച്ചെങ്കിലും അവസാനം മാരിയോ സ്വന്തം കൈകൊണ്ട് തന്നെ കഴിച്ചു. ആ ഒരു ദിവസം കംപ്ലീറ്റ് മാരിയോക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം ഇവൻ ചെയ്തു കൊടുത്തുട്ടോ. ഇപ്പൊ ഏകദേശം അവന്റെ ജോലി സമയം കഴിഞ്ഞു. ആ വൃദ്ധനെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്ത് ആശാൻ പതിയെ പോകാൻ നിൽക്കായിരിക്കും. മാരിയോന്റെ ലൈഫില് ഇങ്ങനെയുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല. നമ്മുടെ ചെക്കനോട് നന്ദി പറഞ്ഞപ്പോ ചെക്കനാണെങ്കിൽ ഒരു മറുപടി പറയും, സർ ഇതെന്റെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾ എന്റെ പേഷ്യന്റ് ആണ്. ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അന്റോണി നേരെ അവിടെ നിന്ന് ഇറങ്ങും. മാത്രല്ല അവിടെ ഒരു കാർ നിർത്തിയിട്ടുണ്ടാകും. അവൻ നേരെ അതിനകത്ത് കയറി വല്ലാത്തൊരു മൂക അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ കാർ എടുത്ത് അവിടെ നിന്ന് പോകും. പക്ഷേ അത് അവന്റെ വീട്ടിലേക്കുള്ള യാത്രയല്ല, ഒരു പബ്ബിലേക്കുള്ള യാത്രയായിരുന്നു. മാത്രല്ല അവൻ നേരെ ഫോൺ എടുത്തിട്ട് അവന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയും, പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു വൃദ്ധന്റെ കാര്യം, ഇവിടെ കുറച്ചും കൂടി പണിയുണ്ട്, കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത് അവളെ അറിയിക്കും. ആശാനാണെങ്കിൽ ആ പബ്ബിന്റെ അകത്തൊന്നും കയറൂല കേട്ടോ. പുറത്തൊരു മതിലിനിപ്പുറം ഒളിച്ചിരുന്ന് വീക്ഷിക്കുന്നുണ്ടാകും. ഒരു വ്യക്തി ഇങ്ങനെ പബ്ബിൽ നിന്ന് പുറത്തു വരും. ആന്റോണി വേഗം അയാളുടെ അടുത്തേക്ക് പോയി ഒരു മയക്കുമരുന്ന് വാങ്ങും. ആ ഒരു മയക്കുമരുന്നിന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നല്ല വീര്യം കൂടിയ ഡ്രഗാണ് കേട്ടോ അത്. ആ ഡ്രഗും വാങ്ങിയിട്ട് ആശാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഡ്രഗ് കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, അയാളാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കും. എനിക്ക് നിന്നെ അറിയാം, നീ മരിച്ചില്ലേ, അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കൂട്ടോ. അതൊന്നും കാര്യാക്കാതെ ചെക്കൻ അവിടെ നിന്നാണ് പോകും. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ ഗതിയൊക്കെ മനസ്സിലായില്ലേ? അതെ, അവൻ ആ പ്രതികാരം തീർക്കാൻ പോവുകയാണ്. ചെക്കൻ നേരെ മാരിയോന്റെ റൂമിലെത്തും. പിന്നെ ബാത്റൂമിൽ പോയിട്ട് ആ ഒരു മയക്കുമരുന്നില്ലേ അത് പ്രിപ്പയർ ചെയ്യും.
മാർക്കറ്റിൽ വെച്ച് ഏറ്റവും ഡോസ് കൂടിയ മയക്കുമരുന്നാണ് കേട്ടോ അവൻ കൂടുന്നത്. അതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് അളവിൽ സിറിഞ്ചിലൊക്കെ ആക്കി അവൻ ഇങ്ങനെ വരും മരിയോന്റെ അടുത്തേക്ക്. ആ ഒരു സീനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും കേട്ടോ. ഈ അന്റോണി ഉണ്ടല്ലോ ആദ്യമായിട്ടൊന്നല്ല ഈ സാധനം ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ അവനും ഇതിനു മുമ്പ് അഡിക്റ്റ് ആയിട്ടുണ്ടാവാം. എന്തായാലും അവൻ നേരെ മരിയോന്റെ അടുത്ത് വന്നിട്ട് ആ സിറിഞ്ച് എടുത്ത് പതിയെ ഇഞ്ചെക്ട് ചെയ്യും. ആ വൃദ്ധനോടാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു സെഡേഷൻ ആണ്, നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയാണ് എന്ന് മാത്രമാണ് കേട്ടോ അവൻ പറയാ. പിന്നെ അവൻ നേരെ അവന്റെ വൈഫിനെ വിളിച്ച് അവനെ പിക്ക് ചെയ്യാൻ വരാൻ പറയും. ഈ സമയത്ത് അന്റോണി ആണെങ്കിൽ വല്ലാതെ വിറക്കുന്നൊക്കെ ഉണ്ടാകും. നമ്മൾ ഈ മനസ്സില്ലാ മനസ്സോടൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറ്റബോധം തോന്നൂലേ, അതുപോലെ ഇത് കണ്ട ജൂലിയൊക്കെ ആണെങ്കിൽ തന്റെ ഭർത്താവിന് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അവൾ അവനോട് ചോദിക്കൊക്കെ ചെയ്യും, അല്ല എന്താ പറ്റിയേ, വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെയൊക്കെ. അവൻ ഈ കാര്യമൊന്നും അവളോട് പറയില്ല കേട്ടോ. ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു. ആ വൃദ്ധനുണ്ടല്ലോ അയാൾക്കൊരു ജനങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെ അയാളെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ്. മാത്രല്ല അവൻ ജൂലിയോട് പറയും, നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ആ കാര്യം ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോ കുറ്റബോധാവൂലേ, എന്റെ മൈൻഡ് ഇപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആ ഒരു കാര്യം കൂടെ പറഞ്ഞപ്പോ ഈ ജൂലി ഉണ്ടല്ലോ അവളും വല്ലാത്തൊരു അവസ്ഥയിലെത്തി. അവനെ ആശ്വസിപ്പിക്കാൻ അവള് കണ്ട മാർഗം എന്താണെന്നറിയോ, അവളുടെ വയറില്ലേ, അവളുടെ കുട്ടി കിടക്കുന്ന ആ വയറ്, അതിനകത്ത് അവനെ ചേർത്ത് പിടിച്ച്. ഈ ഒരു സീനിൽ നിന്ന് എന്താ മനസ്സിലാവുന്നെന്ന് വെച്ചാല് പരസ്പരം സ്നേഹിച്ചും വളരെയധികം സന്തോഷിച്ചും എല്ലാം പോകുന്ന ഒരു ഫാമിലിയാണ് ഇവരുടേത്. പിന്നെ ജൂലിയന്റെ പാരന്റ്സിന്റെ കൂടെ ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ 6 ദിവസം അവിടെ കഴിയും. പിറ്റേ ദിവസം പുലർച്ചെയാണെങ്കിൽ നമ്മുടെ കീക്കല്ലേ അവനൊരു കോൾ വരും. നേരത്തെ ഒരു ഡീലിങ്സിനെ പറ്റി പറഞ്ഞില്ലേ, ആ കൊളംബിയക്കാരുടെ കയ്യിൽ നിന്ന് ചൈനീസുകാർക്ക് കൊടുക്കുന്ന അതിനായിട്ടുള്ള കോള്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ തന്റെ ജ്യേഷ്ഠനെയും കൂട്ടി അവർ ആ മിഷന് പോകുകയാണ്. ആ ഒരു ഡീലിന് അവർക്ക് മുന്നിലെ ഫസ്റ്റ് ടാസ്ക് എന്താന്ന് വെച്ചാല് അവരുടെ അച്ഛന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. വേറൊന്നുമല്ല, ആ ഒരു രാജാവും കൂടി ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ ആ ഡീലിംഗ് നടക്കും. പിന്നെ അവർ നേരെ അച്ഛന്റെ അടുത്തേക്ക് പോകും. മാത്രല്ല അവരിങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പൊ ഈ വൃദ്ധൻ അവരോട് ചോദിക്കും, അല്ല മക്കളെ ഇപ്പൊ എന്തിനാ നിങ്ങൾ വന്നത്? ഏയ് അതൊന്നും ഇല്ല അച്ഛാ, അച്ഛന് സുഖമാണോന്നറിയാൻ മാത്രം വന്നതാണ്. ആ ഒരു മറുപടി കേട്ടപ്പോ ഞാനിപ്പോ മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഇതെല്ലാം എന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളായിരിക്കാം. ആ രീതിക്കുള്ള മറുപടിയാണ് കേട്ടോ മാരി ഇവരോട് പറയുന്നത്. അധികം വൈകാതെ അവരെന്തിനാണ് വന്നത് എന്നുള്ള കാര്യം അറിയിക്കും. ഈ ഒരു ഡീലിങ്ങിനായിട്ട് ഞങ്ങൾക്ക് അച്ഛന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്, എല്ലാ കാര്യം ഒന്ന് പ്ലാൻ ചെയ്തു തരണം. മാത്രല്ല അച്ഛന്റെ പഴയ പങ്കാളിയില്ലേ റോജസ്, അവനുമായിട്ടാണ് ഞങ്ങൾ ഡീലിംഗ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കൂടെ നിന്നാ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ വൃദ്ധനെ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കും. ഒരു ചെറിയൊരു ചിറി ഇരിച്ചിട്ട് ആ വൃദ്ധൻ ഇവരോടൊരു കാര്യം പറയും, പിന്നെ ഞാൻ ഈ ഡ്രഗ്സിന്റെ ഡീലിങ്സ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് നിർത്തി, അതുകൊണ്ട് എന്റെ മക്കൾ എന്നെ പ്രതീക്ഷിക്കണ്ട. ഏതായാലും നിങ്ങൾ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവല്ലേ, ഒരു അഡ്വൈസ് കൂടെ ഞാൻ തരാം. നിങ്ങളിപ്പോ ഈ ഒരു ഡീലിംഗ് നടത്തുന്നില്ലേ, ആ റോജസ് നമ്മൾ ഈ സൈക്കോ എന്ന് പറയൂലേ ആ ഒരു കാറ്റഗറിയിലുള്ള ആളാണ് അവൻ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം അവന്റെ ക്യാഷ് എങ്ങാനും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വരും. അല്ലെങ്കിലേ കീക്ക് ദേഷ്യത്തിലാണ്. ഈ ഒരു കാര്യം കൂടെ കേട്ടപ്പോ പിന്നെ നിങ്ങളില്ലെങ്കിലും ഈ ഡീലിംഗ് ഞങ്ങൾ നടത്തും. ആ ഒരൊറ്റ ഡയലോഗും പറഞ്ഞ് കീക്ക് അവിടെ നിന്ന് പോകും. ആ ഒരു സമയത്ത് തന്നെ ടൊയിനോവും അവിടെ നിന്ന് പോകും. മറുവശത്താണെങ്കിൽ നമ്മുടെ അന്റോണിയോ ഉണ്ടല്ലോ അവൻ ആ ഡോസ് വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. മാരിയോനെ കെയർ ചെയ്യുന്ന കാര്യത്തിലോ യാതൊരു പ്രശ്നവുമില്ല. കുളിപ്പിക്കാനും ബാത്റൂമിൽ പോവാനും എല്ലാ കാര്യങ്ങൾക്കും ആന്റോണിയോ റെഡിയാണ്. പിന്നീടുള്ള ഓരോ ദിവസവും ആ മയക്കുമരുന്നുണ്ടല്ലോ അത് ഈ വൃദ്ധന്റെ ശരീരത്തെ തിന്നുകൊണ്ടേയിരുന്നു. തനിക്കെന്താ സംഭവിക്കുന്നതെന്നും മാരിയോക്കപ്പം മനസ്സിലായിട്ടില്ല. ദിവസങ്ങൾ കഴിയും തോറും ഈ വൃദ്ധന്റെ ചലനശേഷി ഒന്നൊന്നായി നശിച്ചുകൊണ്ടിരുന്നു. ഈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചിരുന്നു. എന്നാൽ ഭക്ഷണം കഴിക്കുക പോയിട്ട് കൈയൊന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ചെക്കന്റെ ലൈഫിൽ ഇപ്പൊ 2 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, അവന്റെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ വരികയാണ്. 2, ഇതുവരെ നമ്മോട് പറയാത്ത ആ ഒരു പ്രതികാരം. മാത്രല്ല അവര് ഡോക്ടറെ കാണാൻ പോകൂട്ടോ അന്റോണിയോവും അവന്റെ വൈഫും. ഈ സമയത്താണെങ്കിൽ അവൻ ആ കുഞ്ഞിനൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവന്റെ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധമുള്ള പോലെ. ആ രാജാവിന്റെ 2 മക്കളുണ്ടല്ലോ അവരെ ഡീലിംഗ് നടത്താൻ ശ്രമിക്കുകയാണ്. അവരുടെ പ്ലാനിങ്ങിന് മോശമൊന്നും പറയാൻ പറ്റില്ല. ഒരു മേശയിൽ കംപ്ലീറ്റ് ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ഓരോ ഫോണിനും ഓരോ പേരും ഉണ്ടാവും കേട്ടോ. ഈ ടൊയിനോ ഇല്ലേ അവനാണ് ആ ഫാക്ടറിയിൽ ഇരുന്നിട്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് കോൾ വരും കീക്കിന്റെ. എന്നാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് കുഴപ്പമില്ല എന്നറിയിക്കുന്ന ആ ഒരു കോഡ്. സിഗ്നൽ കിട്ടിയ കീക്കയാണെങ്കിൽ ഒരു ട്രക്ക് ഡ്രൈവറിനെ വിളിക്കും. ആ വ്യക്തിയും ഫോൺ എടുക്കുന്നില്ല. പിന്നെ കീക്കയാണെങ്കിൽ അടുത്ത ആ ഒരു സിഗ്നലും കൊടുത്തു, വണ്ടി എടുത്തു എന്നുള്ളത്. അവിടെ തീരുന്നില്ല. കീക്കയാണെങ്കിൽ നേരെ ഫാക്ടറിയുടെ അവിടെ പോകും. പിന്നെ ആ ട്രക്ക് വരുന്നൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാകും. സിഗ്നൽ കൊടുക്കണല്ലോ. ട്രക്ക് വന്നതോടെ ആ കാര്യവും അറിയിച്ചു. ആ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതാണ് പോസിറ്റീവ് സിഗ്നൽ. അവസാന സിഗ്നലും വന്നതോടെ കോങ് എന്നെഴുതിയ ഒരു ഫോൺ എടുത്ത് കോൾ ചെയ്യും. അത് മറ്റാരുമല്ല ഈ മയക്കുമരുന്ന് മേടിക്കുന്ന ആ ഒരു ചൈന ടീമില്ലേ അവരാണ്. ഇതേ സമയത്ത് നേരത്തെ ഒരു ട്രക്ക് ഡ്രൈവറെ കാണിച്ചില്ലേ നമ്മളെ കീക്ക് ഇൻഫോം ചെയ്തു. ആ ട്രക്ക് ഡ്രൈവർ അയാൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഒരു ഷട്ടർ ഇങ്ങനെ ഓപ്പൺ ചെയ്യായിരിക്കും. മാത്രല്ല അതിവേഗം ആ ഒരു ട്രക്കിനെ പോലീസ് വളഞ്ഞു. പക്ഷേ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് അതൊരു ഫേക്ക് ട്രക്കായിരുന്നു. അതിനകത്താണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഈ പോലീസുകാരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് അവരൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. ഇതേ സമയം ആ ഫാക്ടറിയുടെ മറുവശത്ത് മയക്കുമരുന്നോട് കൂടിയ ആ ഒരു ട്രക്ക് വന്നെത്താണ്. പിന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ
എല്ലാ ഡ്രഗ്സും ആ ചൈനക്കാരെ ഏറ്റുവാങ്ങുകയാണ്. പിന്നെ ആ ഡ്രഗിന്റെ ക്യാഷും ഈ മയക്കുമരുന്ന് കൊടുന്ന അവരെ ഏൽപ്പിക്കുകയാണ്. ആ ഡീലിങ്സ് അവിടെ തീർന്നു, ക്യാഷും കിട്ടി. കീക്കിയാണെങ്കിലോ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് മുകളിൽ നിന്ന് കാണുന്നുണ്ടല്ലേ. അവനാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷവും. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ സക്സസ് ആയിട്ടുള്ള ഡീലിംഗ് ആണല്ലോ ഇപ്പൊ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു സമയത്താണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങിയത്. എന്താന്ന് വെച്ചാല് ഈ കീക്കയുടെ കാറില് ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട്. പോലീസുകാർക്കാണെങ്കിൽ എങ്ങനെയൊക്കെയോ ആ ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡീലിങ്ങിനെ പറ്റി. പക്ഷെ അവർക്ക് ആ ഫാക്ടറി എവിടെയാന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. ഈ മണ്ടനാണെങ്കിലോ നേരെ ആ ഫാക്ടറിന് അങ്ങോട്ടേക്ക് പോകും. കാറിൽ നിന്നിറങ്ങി നേരെ ഫാക്ടറിയിൽ പ്രവേശിക്കുമ്പോഴാണ് അവന്റെ പുറകിലായി പോലീസുള്ള കാര്യം അവൻ അറിഞ്ഞത്. ഇവന് ചെറിയ രീതിയിലൊക്കെ കുരുട്ടുബുദ്ധിയുണ്ട്. കീക്ക് നേരെ ചെന്ന് ആ അലാം ബട്ടൺ ഉണ്ടാവുമല്ലോ, അതങ്ങ് പ്രസ് ചെയ്യും. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി പോലീസ് എത്തിയ കാര്യം. പിന്നെ പറയണ്ടല്ലോ എന്താ നടക്കുന്നതെന്നുള്ളത്. ടൊയിനോ ഉണ്ടല്ലോ, അവൻ ആ ഫോണുകളെല്ലാം അവിടെ വെച്ച് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു വഴി ഉണ്ടാകും. ഓവ് ചാലുവായി പുറത്തു ചാടാനായിട്ട് അവൻ അതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ ക്യാഷ് എല്ലാം കൊടുത്ത് അവസാന സിഗ്നൽ കൊടുക്കുന്ന ആ സമയത്ത് ആ റൂമിലാണെങ്കിൽ ഇപ്പൊ ടൊയിനോ ഇല്ല, പകരം പോലീസുകാർ മാത്രമാണ്. അവരാ ഫോൺ അറ്റൻഡ് ചെയ്യും. അത് അവരുടെ സിഗ്നൽ അല്ലല്ലോ. ആ ചൈനക്കാരുണ്ടല്ലോ, ആ ഡ്രഗ്സ് വാങ്ങിയ അവര് ഡ്രഗ്സ് കൊടുക്കുന്ന ആളുകളെല്ലാം കൊന്ന് നേരത്തെ കൊടുത്ത ക്യാഷ് ഉണ്ടല്ലോ അതും എടുക്കും. അങ്ങനെ പുറത്തെത്തിയ ടൊയിനോ ആണെങ്കിൽ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും. എങ്ങനെയൊക്കെയോ ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞ പോലെ ലേക്കിലുള്ള ഒരു ബോട്ട് എടുത്ത് ആശാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടും. അവന്റെ സഹോദരനോ പോലീസുകാരുടെ പിടിയിൽ. ഇവരുടെ അച്ഛൻ, അതായത് ഞാൻ പറഞ്ഞില്ലേ പഴയ രാജാവ്, ഇവരെ അറിയിച്ചതാണ് ചൈനക്കാരുമായിട്ട് ഡീല് വേണ്ടെന്നൊക്കെ. അത് കേൾക്കാത്തത് കൊണ്ട് കീക്കകത്തായി. മാരിയോ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡീലിംഗ് ചെയ്യാൻ പോകുന്നത് ചെകുത്താന്റെ കൂടെയാണ്. ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കീക്കയാണെങ്കിൽ പേടിച്ചാണ് ആ പോലീസുകാരുടെ കൂടെ പോയത്. പിന്നെ അവിടെ ഡോക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. മാരിയോക്കാണെങ്കിൽ ഇപ്പൊ തീരെ സുഖമില്ലല്ലോ. അന്റോണിയുടെ അടുത്തേക്ക് ചികിത്സക്കായി വന്നപ്പോ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും കഴിഞ്ഞിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെക്കനുണ്ടല്ലോ അവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മാരിയോക്ക് ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇനി വേറെ ഡോക്ടേഴ്സോ അങ്ങനെ ആരും തന്നെ വന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആന്റോണി ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിനാരും തന്നെ എതിരൊന്നും നിൽക്കില്ല. എല്ലാവരുടെയും മുമ്പിലാണെങ്കിൽ മാരിയോ ആന്റോണിയും നല്ല കമ്പനിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ മാരിയോയുടെ ഭക്ഷണ ടൈം ആയിട്ടുണ്ടാകും. ആന്റോണി ആണെങ്കിലോ ഭക്ഷണമെല്ലാം വായിലൊക്കെ കൊടുക്കുന്നുണ്ട്. താഴേക്ക് ഇറക്കാൻ കഴിയാതെ മാരി അത് പുറത്തേക്ക് ഒഴിവാക്കും. ആന്റോണി ആണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കീക്കേനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, ആ വിവരമൊന്നും മാരി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം കൂടെ അവൻ ഇങ്ങനെ ടിവിയിൽ കാണുകയാണ്. മാത്രല്ല ശബ്ദം കൂട്ടാനായി മാരി റിമോട്ട് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ അവൻ താഴെ വീഴും. എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വരും. പിന്നെ നമ്മുടെ ചെക്കനും ആ നേഴ്സും ചേർന്ന് മാരിയോനെ അവന്റെ കിടക്കയിൽ തന്നെ കിടത്തും. പിന്നെ നമ്മൾ കാണുന്നത് ജീവനും കൊണ്ട് ഓടിയ ആ ടൊയിനോയാണ്. അവനാണെങ്കിൽ ഇപ്പൊ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അവൻ നേരെ ലോയറിന്റെ അടുത്തേക്ക് പോകും. തുടർന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കൂട്ടോ. അല്ല ഇപ്പൊ കീക്കിക്ക് എങ്ങനെയുണ്ട്, അവൻ ഓക്കെ അല്ലേ? ആ ഒരു ചോദ്യത്തിന് ലോയറിന്റെ മറുപടി എന്താന്ന് വെച്ചാല് വല്ലാത്തൊരു കുഴിയിലാണ് കേട്ടോ നീ അവനെ ചാടിച്ചത്. ചൈനീസ് വുമണെ കാണാനുമില്ല. കീക്കിന്റെ ജയിലിലാണെങ്കിൽ ആ ട്രക്കിൽ വന്ന ആളുകളുണ്ടല്ലോ കൊളംബിയൻ ഗ്യാങ്, അവരും അവിടെയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ക്യാഷ് ഉണ്ടല്ലോ റോജസിന് കൊടുക്കാനുള്ള ആ ക്യാഷ് അത് കൊടുത്തേക്ക് എന്നൊക്കെ ഈ ലോയർ പറഞ്ഞു കൊടുക്കൂട്ടോ. അത് കേട്ട ഉടനെ ടൊയിനാണെങ്കിൽ നേരെ അവന്റെ അച്ഛന്റെ അടുത്ത് ചെല്ലും. ചെല്ലുക മാത്രല്ല കുറച്ച് ക്യാഷ് ഒക്കെ ഇങ്ങനെ ചോദിക്കും കീക്കിനെ ഇറക്കാനായിട്ട്. മാരി ഇവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഡീല് വേണ്ടെന്നൊക്കെ. താൻ പറഞ്ഞത് തന്റെ മക്കൾ കേൾക്കാത്തത് കൊണ്ട് മാരി ആ ക്യാഷ് ഒന്നും കൊടുക്കില്ല. ടൊയിനോക്കാണെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയുന്നില്ല. ഏതായാലും അനിയന്റെ വിശേഷം അറിയാന്നൊക്കെ വിചാരിച്ച് അവൻ ജയിൽ വിസിറ്റിങ്ങിന് പോകും. അപ്പോഴേക്കും കൊളംബിയൻ ഗ്യാങ് ആണെങ്കിൽ കീക്കിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ടാകും. കീക്കി ആണെങ്കിലോ ഇപ്പൊ പഴയ ആളല്ല, ആളാകെ മാറി. മുൻപ് വലിയ ധൈര്യക്കാരനായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ ആ റോജസിന്റെ ക്യാഷ് കൊടുത്തേക്ക്, കൊടുത്തില്ല എങ്കിൽ ആ കൊളംബിയൻ ഗ്യാങ് എന്നെ എന്തായാലും കൊല്ലും. എനിക്ക് അവരെ പേടിയാണ്. പേടിച്ച് പല പ്രാവശ്യം മൂത്രമൊക്കെ പോയിട്ടുണ്ട്. ആ കാര്യവും പറഞ്ഞിട്ട് കീക്കി അങ്ങ് പൊട്ടിക്കരയും. പിന്നെ ടൊയിനോ ആണെങ്കിൽ അവനെങ്ങനെ സമാധാനിപ്പിക്കും. എങ്ങനെയെങ്കിലും ക്യാഷ് അറേഞ്ച് ചെയ്ത് റോജസിന് കൊടുക്കും. അവന്റെ മുമ്പിലാണെങ്കിൽ ആകെ ഒരു മാർഗമേ ഉള്ളൂ, അത് അവന്റെ അച്ഛൻ മാത്രമാണ്. അവൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് എങ്ങനെങ്കിലും അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരണം. പിന്നെ ക്യാഷ് കിട്ടാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ നേരെ അച്ഛന്റെ അടുത്തേക്ക് പോകും വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. അവിടെ ചെന്നപ്പോ അവൻ കണ്ടത് എന്താന്ന് വെച്ചാല് ആന്റോണിയോ തന്റെ അച്ഛനെ ഗാർഡനിലൊക്കെ കൊണ്ടുപോയിട്ട് നന്നായി നോക്കുന്നുണ്ടാകും. ആ കാഴ്ച കണ്ടതും ടോയിനോക്ക് വേറൊരു ഐഡിയ തോന്നും. ആന്റോണിയോ വഴി അച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക. ഡ്യൂട്ടി കഴിഞ്ഞ് കാറിന്റെ അടുത്തെത്തിയ ആന്റോണിയോ കാണുന്നത് കാർ പഞ്ചറായി കിടക്കുന്നതാണ്. ആ ഒരു സമയത്ത് തന്നെ അവന് പോവാനുള്ള കാറും വരും. അതെല്ലാം ഈ ടൊയിനോയുടെ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു കേട്ടോ. ടൊയിനോയുടെ അടുത്തെത്തിയ അവനാണെങ്കിൽ ഒരു 100 ചോദ്യം ചോദിക്കും. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കും. ടൊയിനോ ആണെങ്കിലോ വല്ലാത്തൊരു ദേഷ്യത്തിലാണല്ലേ. എടാ മോനെ കൂടുതൽ ചോദ്യങ്ങളൊന്നും
അതൊന്നും വേണ്ട. എന്റെ അച്ഛനുണ്ടല്ലോ, ആ വൃദ്ധൻ, നീ എങ്ങനെയെങ്കിലും അയാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. പിന്നെ ഇനി നീ അതെങ്ങാനും ചെയ്തില്ല എങ്കിൽ നിന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ, നീ ആ കുഞ്ഞിനായി കാത്തിരിക്കുകയല്ലേ, എല്ലാം ഒരു നിമിഷം കൊണ്ട് നിനക്ക് നഷ്ടപ്പെടും. ടോയിനോ പറഞ്ഞതെല്ലാം സമ്മതിച്ച് അവൻ ആ കാറിൽ നിറങ്ങുമായിരിക്കും. പക്ഷേ ടോയിനോട് ആ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അവൻ ആന്റോണിയോനെ നന്നായിട്ട് മർദ്ദിക്കും. ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുന്ന പോലെ. കുറച്ച് മുമ്പ് മരിയോക്ക് ഡ്രഗ് കൊടുക്കാനായിട്ട് ഇവനൊരു പബ്ബിൽ പോയിരുന്നല്ലേ, അവിടെ വെച്ചൊരാൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ, നിന്നെ എനിക്കറിയാന്നൊക്കെ. ഈ ഒരു ബോഡി ഗാർഡിനും ആ ഒരു സെയിം അവസ്ഥ വരികയാണ്. ടോയിനോനെ അറിയിച്ചെങ്കിലും അവനത് കാര്യമാക്കി എടുക്കൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. തന്റെ ഭാര്യയോട് പിക്ക് ചെയ്യാൻ വരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആശാനാണെങ്കിൽ ആ കാര്യമൊക്കെ മറന്നിട്ടുണ്ട്. ഈ സമയത്ത് ജൂലി അങ്ങോട്ടേക്ക് വരികയാണ് അവരുടെ വീട്ടിലേക്ക്. അകത്തു വന്ന് അവൾ കാണുന്നത് എന്താന്ന് വെച്ചാല് ശോകാവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയാണ്. മാത്രല്ല അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്. അവന്റെ സഹോദരന്റെ ഫോട്ടോ. ആന്റോണിയോക്കാണെങ്കിൽ തന്റെ സഹോദരൻ എന്ന് പറഞ്ഞാല് ജീവനായിരുന്നു. ചില കാരണങ്ങളാൽ ആ ജീവൻ ഇപ്പോ ആന്റോണിയോയുടെ കൂടെയില്ല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ ആ ഡ്രഗ് ഡീലർ ഉണ്ടല്ലോ, ആ വൃദ്ധൻ, അങ്ങോട്ടേക്ക് പോവുക മാത്രമല്ല അയാൾക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കും. പ്രതികാരത്തിന്റെ ആ ഒരു കഥ. ആന്റോണിയോയുടെ സഹോദരനായിരുന്നു സെർജിയോ. ആന്റോണിയോക്കാണെങ്കിൽ വേറെ ആരും കൂട്ടിനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സെർജിയോ ആണെങ്കിൽ ഈ മെരിയുടെ ഗാങ്ങിൽ ചേരുകയാണ്. അത് മാത്രമല്ല കേട്ടോ, അവിടെയുള്ള ഏറ്റവും വില കൂടിയ മയക്കുമരുന്നിനെ അടിമയാവുകയും ചെയ്തു. ആ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, മയക്കുമരുന്നിനോടുള്ള അഡിക്ഷൻ, മാരിയോ ആണെങ്കിൽ നന്നായിട്ട് അങ്ങ് മുതലെടുത്തിരുന്നു. സെർജിയോക്ക് വേണ്ട എല്ലാ ഡ്രഗ്സും അവൻ കൊടുക്കും. അതിനു പകരമായി സെർജിയോ ഡെലിവറി ബോയായി വർക്ക് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കാര്യങ്ങളൊന്നും ആന്റോണിയോ അറിഞ്ഞിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും സെർജിയോ ആണെങ്കിൽ മെലിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം. പിന്നീട് അവൻ ഈ ലോകത്തോടും വിട പറഞ്ഞു. ഈ കഥയൊക്കെ മാരിയോക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ അലമാര ഉണ്ടല്ലോ, ആ ഡ്രഗ് വെച്ചിരിക്കുന്ന അലമാര, അത് തുറന്ന് ഡ്രഗ് എടുത്തിട്ട് ആ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത്രയും കാലം തനിക്കൊരു സെഡേഷനും ഒരു കോപ്പുമെല്ലാം തന്നിരുന്നത് സെർജിയോ അനുഭവിച്ച വേദന ഉണ്ടല്ലോ, അത് നീയും അനുഭവിക്കണം എന്ന് പറഞ്ഞ് ആന്റോണിയോ നേരെ അത് മേയ്ക്കാനായിട്ട് പോകും. മാരിയോ ആണെങ്കിൽ എമർജൻസി ബട്ടൺ ഒക്കെ ഉണ്ടാവില്ലേ, അത് പ്രസ് ചെയ്യാനൊക്കെ ഇങ്ങനെ ശ്രമിക്കും. പക്ഷേ അപ്പോഴേക്കും ആന്റോണിയോ എല്ലാം റെഡിയാക്കി എത്തിയിട്ടുണ്ടാകും. തുടർന്ന് ഒരു കാര്യം കൂടെ വ്യക്തമാക്കും. ആന്റോണിയോ ഈ വൃദ്ധനെ നന്നായിട്ട് കെയർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടതില്ലേ. നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ആ ഭക്ഷണത്തിൽ വരെ ആശാൻ ഡ്രഗ് കളക്കിയിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് മാരിയോക്ക് ഇപ്പൊ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നിനും സാധിക്കാത്തത്. ആന്റോണിയോ ആണെങ്കിൽ ഒരു ഡോസും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതും കൂടി ഇഞ്ചക്ട് ചെയ്ത് കയറ്റും. ഓരോ പ്രതികാര പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആന്റോണിയോ തന്റെ മനസ്സിൽ കാണുന്നത് അവന്റെ അനിയന്റെ മുഖമാണ്. അങ്ങനെ ആന്റോണിയോ ആ റൂമിൽ നിന്നിറങ്ങി പതിയെ നടന്നു പോകും. മറുഭാഗത്ത് ടോയിനോവും അവന്റെ ആ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അവർ ആൻഡ്രസ് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. ഈ ആൻഡ്രസ് ആണ് അവന്റെ അച്ഛന്റെ റിപ്പോർട്ട്സ് എല്ലാം നോക്കുന്നത്. ടോയിനോ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാല് ആൻഡ്രൂസ് നല്ലൊരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അച്ഛനെ വീട്ടിലേക്ക് കിട്ടുമല്ലോ, അതാണ് അവന്റെ വിചാരം. കുഴപ്പമതല്ല, ഈ ഡോക്ടർ ഉണ്ടല്ലോ അവനൊരു സത്യസന്ധനായ ഡോക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ടോയിനോ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് അവന് സമ്മതിക്കുകയില്ല. ഈ ടോയിനോന്റെ അവസാനത്തെ ചാൻസ് ആയിരുന്നു അത്. അതും ഇപ്പൊ നടക്കുന്നില്ല. ഈ ഡോക്ടർ ആണെങ്കിൽ ഞാൻ പോലീസിനോട് പറയുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കും. ഈ ഒരു സമയത്താണെങ്കിൽ ആ ബോഡി ഗാർഡ് ഉണ്ടല്ലോ അവൻ ജസ്റ്റ് ഒന്ന് തള്ളി മാറ്റും. എന്തു പറയാനാ, ആ ഡോക്ടറിന്റെ കഷ്ടകാലം. അയാൾ അവിടെ കിടന്ന് മരിക്കും. അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു ചാൻസും ഇല്ലാതായി. ഈ സമയത്ത് ജയിലിൽ കിടക്കുന്ന കീക്കയാണെങ്കിൽ ആ കൊളംബിയൻ ടീം ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും. അടി മാത്രമൊന്നുമല്ല, ബാത്റൂമിലെ ക്ലോസറ്റ് ഉണ്ടല്ലോ അതിൽ മുക്കി ടോർച്ചർ ചെയ്യുന്നൊക്കെ ഉണ്ട്. കീക്ക അവിടെ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവന്റെ അച്ഛനും ഇവിടെ നരകിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വരികയാണ് ഈ മരുന്നൊക്കെ എടുത്തു കൊടുക്കാനായിട്ട്. മാരിയോക്കിപ്പോ സംസാരശേഷിയൊന്നും ഇല്ലല്ലോ. അവൻ അവന്റെ തല വെച്ച് ആ ഡ്രഗ് ഇരിക്കുന്ന അലമാരയില്ലേ അങ്ങോട്ടേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നേഴ്സാണെങ്കിൽ നേരെ പോയി അലമാര തുറക്കുമ്പോൾ അവളൊരു ബ്ലാങ്കറ്റ് മാത്രമാണ് കാണുക. ആ ബ്ലാങ്കറ്റ് കൊടുക്കുമ്പോൾ തനിക്കതല്ല വേണ്ടത് എന്ന് അറിയിക്കും. പിന്നെ ആ നേഴ്സ് ഒരു സൈൻ ബോർഡ് ഉണ്ടാകും അവിടെ. അതിലെ ഓരോ സൈൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ വൃദ്ധന് ഭാഗ്യമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ ആന്റോണിയോ അങ്ങോട്ടേക്ക് വരികയാണ്. മാത്രല്ല ആ നേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യും. തുടർന്ന് കാഴ്ചകൾ കാണിക്കാനായി മാരിയോനെ ഗാർഡനിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ജൂലി ഉണ്ടല്ലോ ആന്റോണിയോയുടെ ഭാര്യ, അവൾ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു സർപ്രൈസ് വിസിറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചുമ്മാ തന്റെ ഭർത്താവിനെ കാണാനായി വന്നതാണ്. പക്ഷേ അവൾ വന്ന് കാണുന്ന കാഴ്ചയാണെങ്കിൽ ഈ മാരിയോനെയാണ്. അവളാണെങ്കിൽ ആ ഒരു ഷോക്കിൽ തലമിന്നി വീഴും. മാത്രല്ല പിന്നീട് അവർ ഹോസ്പിറ്റലിലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ജൂലിയ പതിയെ കണ്ണെല്ലാം തുറക്കും. മാത്രല്ല അവൾ നേരെ ആന്റോണിയെ നന്നായിട്ട് വഴക്കും പറയും. തന്റെ ഭർത്താവിന്റെ അനിയൻ മരിക്കാൻ കാരണം ഈ ഒരു മാരിയോ ആണല്ലോ. ആ മാരിയോ ആണിപ്പോ തന്റെ ഭർത്താവിന്റെ ചികിത്സയിൽ കഴിയുന്നത്. ജൂലി എങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയിൽ ആന്റോണിയക്ക് ഒരു കോൾ വരും. മാരിയോനെ മുൻപ് ട്രീറ്റ് ചെയ്ത ഡോക്ടർ മരിച്ചല്ലോ, അതിനു പകരമായി വന്ന അന്ന എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇപ്പൊ വിളിച്ചത്. അവൾ നമ്മുടെ ചെക്കനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അല്ല BP വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാറില്ലേ? അങ്ങനെയൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ടൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്, എല്ലാ എക്സസൈസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് എന്നൊക്കെ അവൻ മറുപടി പറയൂട്ടോ. അങ്ങനെ പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളിലാണെങ്കിൽ തീയായിരിക്കും. ജൂലിയ ഉറങ്ങിയ ആ ഒരു സമയം നോക്കി ആന്റോണിയോ നേരെ ഹെൽത്ത് കെയറിലേക്ക് പോകും. അവൻ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് പോലീസുകാര്, കുറച്ച് ഓഫീസേഴ്സ്, പിന്നെ കുറച്ച് ഡോക്ടേഴ്സും എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. നേരത്തെ അവനെ ഫോൺ ചെയ്ത അന്നയുണ്ടല്ലോ, അവളും മേഴ്സിഡീസും കൂടി അവന്റെ അടുത്തേക്ക് വരും. മാരിയോയുടെ BP ഉണ്ടല്ലോ അത് വല്ലാതെ കൂടുന്നുണ്ട്, എന്താ പ്രോബ്ലം എന്നറിയാനായിട്ട് ഞങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വൈഫിന് തലമിന്നിയിട്ടാണല്ലോ ആശാനെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. മെഴ്സിഡീസ് അവനോട്
അവനോട് പറയും, നീ ഇപ്പൊ നിന്റെ വൈഫിന്റെ അടുത്ത് പോയിരിക്കെ, മാരിയോനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പോവാന്നൊക്കെ. ആ ഒരു കാര്യം കൂടെ അറിയിച്ചിട്ട് അവരവിടെ നിന്ന് പോകും. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ചെക്കൻ ആകെ പേടിച്ചിരിക്കായിരിക്കും. ബ്ലഡ് എങ്ങാനും ടെസ്റ്റ് ചെയ്താൽ തീർന്നു കാര്യം. അതിനകത്തുള്ള ഡ്രഗിന്റെ കാര്യം അത് അവർക്ക് മനസ്സിലാകും. പിന്നെ എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോ അവനൊരു ഐഡിയ തോന്നും. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ ആയിട്ട് എടുക്കും. എന്നിട്ട് നേരെ ആ സാമ്പിൾ എടുത്തു വെച്ച റൂം ഉണ്ടല്ലോ, അവിടെ പോയി ബ്ലഡ് അങ്ങ് മാറ്റും. അവൻ ഈ മാരിയുടെ റൂമിന്റെ അടുത്ത് കുറച്ച് ഓഫീസേഴ്സ് ഒക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, അതാരാന്നറിയാനായിട്ട് മാരിയോനോട് തന്നെ വന്ന് ചോദിക്കും. മാരിയോ ആണെങ്കിൽ ഒന്നും തന്നെ അവനോട് പറയില്ല. തൊട്ടടുത്തായിട്ട് ആ സൈൻ ബോർഡ് ഉണ്ടല്ലോ, അവൻ അത് കാണും. അതിൽ തുറന്നു വെച്ചൊരു പേജ് ഉണ്ട്, മാതാപിതാക്കളുടെ കൂടെ ഒരു മകൻ നിൽക്കുന്ന ഫോട്ടോ. അപ്പൊ പിന്നെ അന്റോണിയോക്ക് ഒരു കാര്യം മനസ്സിലായി. നേരത്തെ അന്റോണിയോ കണ്ട ആ ഒരു വ്യക്തിയില്ലേ, കോട്ടിട്ടൊരു വ്യക്തി, ടൊയിനോനെ കൊണ്ടുവരാനായിട്ട് ആ വ്യക്തിയെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടെ മനസ്സിലായപ്പോ അന്റോണിയോക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് ആ ഡ്രഗ് ഉണ്ടല്ലോ, എപ്പോഴും കൊടുത്തിരുന്ന ആ ഡ്രഗ് അത് ഇങ്ങടുത്ത് ഡബിൾ ഡോസിലാണ് മേക്ക് ചെയ്യും. മാരിയോക്ക് ഗ്ലൂക്കോസ് എല്ലാം കൊടുക്കുന്ന ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ ആ ഡ്രഗ് അങ്ങ് ഇഞ്ചക്ട് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് നേരത്തെ കണ്ട ആ അന്നയുണ്ടല്ലോ, അവൾ അങ്ങ് വരും. അപ്പോഴേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ മാരിയുടെ വായെല്ലാം പൊത്തിപ്പിടിച്ച് തലയൊന്ന് പതിയെ തിരിച്ച് മാരിയെ ഉറങ്ങാണെന്ന് അറിയിക്കും. അതിനുശേഷം ആ വരാന്തയിൽ വെച്ച് അന്ന നമ്മുടെ ചെക്കനോടൊരു കാര്യം പറയും. നീ ഇനി മുതൽ മാരിയോനെ കെയർ ചെയ്യണ്ട, മാരിയോനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നിന്റെ വൈഫിന് ഡെലിവറി ഒക്കെ എടുത്തില്ലേ, ഇനി നീ അവളുടെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യേ. അതും പറഞ്ഞ് അന്ന അവിടെ നിന്ന് പോകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആന്റോണിയോ നേരെ മാരിയുടെ അടുത്തെത്തി അവനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കും. നിന്നോട് ഞാൻ എന്റെ അനിയൻ മരിച്ചു എന്നല്ലേ പറഞ്ഞത്? അത് മരിച്ചതല്ല, ഞാൻ തന്നെ കൊന്നതാണ്. അമിതമായ മയക്കുമരുന്നിന്റെ ഉപയോഗം അവന്റെ ശരീരത്തെ മുഴുവൻ ഇല്ലാതാക്കിയിരുന്നു. അന്ന് അവൻ എന്നോട് കൊന്നു തരാൻ പറഞ്ഞു. എന്റെ ഈ കൈകൾ കൊണ്ടാണ് അവനെ ഞാൻ കൊന്നത്. ഇനി നിന്റെ അവസാനവും ഈ കൈകൾ കൊണ്ടാവട്ടെ എന്നും പറഞ്ഞ് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഡ്രഗ് ഉണ്ടല്ലോ, ഡബിൾ ഡോസ്, അത് ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെ ആ പ്രതികാരത്തിന് ശേഷം അന്റോണിയോ തന്റെ കാറിൽ കയറി വീട്ടിലേക്ക് മടങ്ങുകയായിരിക്കും. അവൻ പോകുന്ന വഴിയിലാണെങ്കിലോ പ്രതികാരം തീർത്ത വൃദ്ധനുണ്ടല്ലോ, അയാളുടെ മൂത്ത മകനും ഉണ്ടാകും. അവന്റെ അനിയനാണെങ്കിലോ ഇപ്പൊ ജയിലിൽ ആ കൊളംബിയക്കാരുടെ തല്ലെല്ലാം കൊണ്ട് കിടക്കുകയാണ്. ആ ഒരു കാര്യം സോൾവ് ആക്കാനായി റോജസിനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. എനിക്ക് എപ്പോഴാണോ ക്യാഷ് കിട്ടുന്നത് അപ്പൊ മാത്രമേ നിന്റെ അനിയനെ വെറുതെ വിടുകയുള്ളൂ എന്നായിരുന്നു ആ റോജസിന്റെ മറുപടി. അത് കേട്ടപ്പോ പിന്നെ ടോയിനോന്റെ കൺട്രോൾ എല്ലാം പോയി. ആശാൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. അത് മാത്രല്ല, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ഏറിപ്പോയ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റും, നിന്റെ ക്യാഷ് തരാൻ സൗകര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ മൊബൈൽ അങ്ങ് എറിഞ്ഞു പൊട്ടിക്കും. ആ ഒരു ദേഷ്യത്തില് റോഡിലേക്ക് ഇങ്ങനെ നോക്കുകയായിരിക്കും. കറക്റ്റ് ടൈമിലായിരിക്കും നമ്മുടെ നായകൻ അതിലൂടെ പാസ് ചെയ്യുന്നത്. പിന്നെ ഒരു അടിപൊളി ചേസിംഗ് ആണ് കേട്ടോ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ ടോയിനോക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. തന്റെ അച്ഛൻ ആ കോട്ടിട്ട വ്യക്തിയോട് പറഞ്ഞയച്ചല്ലോ, ആ കാര്യം കറക്റ്റ് ആയിട്ട് ഡെലിവറി ആയിട്ടുണ്ട്. അങ്ങനെ ചേസിംഗ് എല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ അന്റോണിയോ ആണെങ്കിലോ ഒരു ഒഴിഞ്ഞ റോഡ് കാണും. അങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ലൈറ്റ് എല്ലാം കെടുത്തി വെക്കും. ടോണിയോ പിന്നെ അവനെ കാണുന്നുണ്ടാവില്ല. കാറെല്ലാം നിർത്തി ഇങ്ങനെ തിരയുന്നുണ്ടാകും. കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ പോലെ അവന്റെ ഫോണിലേക്ക് ജോലി ഒടിക്കും. താൻ പ്രസവിക്കാൻ പോവാന്ന് പറയാനായിരുന്നു അത്. ആ ഫോൺ റിങ് ചെയ്ത സൗണ്ട് ഉണ്ടല്ലോ, അത് ടോയിനോ കേട്ടിട്ടുണ്ട്. വീണ്ടും കാർ എടുത്ത് വീണ്ടും ചേസിംഗ് ആരംഭിക്കും. എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യം അവിടെ സംഭവിക്കും. സൈഡിൽ നിന്ന് വന്നൊരു ട്രക്ക് ഉണ്ട്. ആ ട്രക്ക് നേരെ വന്ന് നമ്മുടെ ടോയിനോയുടെ കാറിനങ്ങിടിക്കും. ആന്റോണിയോ കാറിൽ നിന്നിറങ്ങി ആ ട്രക്ക് ഡ്രൈവറെ പോയി നോക്കുമ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ടോയിനെ കൂടെ നോക്കുമ്പോൾ അവനും മരിച്ച പോലെ കിടക്കുന്നുണ്ടാകും. ആന്റോണിയോയുടെ കയ്യിലാണെങ്കിൽ ഇവരുടെയൊക്കെ അച്ഛനെ ഇഞ്ചക്ട് ചെയ്ത ആ സിറിഞ്ച് ഉണ്ടല്ലോ, അത് കൈവശമുണ്ട്. അവൻ നേരെ തന്റെ കാറിൽ പോയി ആ ഇഞ്ചക്ഷൻ എടുത്തു വരും. പിന്നെ ടോയിനോയുടെ കയ്യിൽ ഇങ്ങനെ പിടിപ്പിക്കൂട്ടോ, അവരുടെ അച്ഛനെ കൊന്നത് അവനാണെന്നൊക്കെ തെളിയിക്കുന്ന രൂപത്തില്. ആ സമയത്താണെങ്കിലോ ടോയിനോ കംപ്ലീറ്റ് ആയി മരിച്ചിട്ടൊന്നുമില്ല. ഒട്ടും തന്നെ ആലോചിക്കാതെ ആന്റോണിയോ അവനെ ശ്വാസം മുട്ടിച്ചങ്ങ് കൊല്ലും. ഇപ്പോ ഡ്രഗ് ഡീലറും അയാളുടെ മൂത്ത മകനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ആന്റോണിയോ നേരെ പോകുന്നത് തന്റെ ഭാര്യയുടെ അടുത്തേക്കാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനൊരു അച്ഛനായിരിക്കുന്നു. 2 ജീവൻ എടുക്കുകയും ഒരു ജീവന് ജന്മം നൽകുകയും ചെയ്തിരിക്കുന്നു. ആ ഡ്രഗ് ഡീലറുടെ ഫാമിലിയിലോട്ട് നോക്കുകയാണെങ്കിൽ കീക്കെ മാത്രം ബാക്കിയായിരിക്കുന്നു. രണ്ടുപേരുടെയും ശവസംസ്കാരം നടക്കുമ്പോൾ നമ്മുടെ മാരിയോ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച ആ സ്യൂട്ട് ഇട്ട വ്യക്തി ഉണ്ടല്ലോ, അയാൾ ആന്റോണിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. ആ വൃദ്ധൻ ഈ വ്യക്തിയെ വിളിച്ചു വരുത്തിയത് വിൽപത്രം തയ്യാറാക്കാനായിരുന്നു. അതിനുശേഷം ഈ നറേറ്റർ ആ വിൽപത്രം ഇങ്ങനെ വായിക്കും. ഒരു സൈഡിൽ കീക്കി ഇരിക്കുന്നുണ്ടാവും, മറുവശത്തായിട്ട് ആന്റോണിയോ. അതിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: എനിക്ക് വാർദ്ധക്യമായി കിടന്നപ്പോൾ എന്നെ നോക്കാനുണ്ടായത് ആന്റോണിയോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വത്തിന്റെ എല്ലാ അവകാശവും ആന്റോണിക്ക് മാത്രമായിരിക്കും. എന്റെ വീടും ആ വീട് നിൽക്കുന്ന സ്ഥലവും മാത്രമേ കീക്കിക്ക് അവകാശമുള്ളൂ. ഈ ഒരു വിൽപത്രം വായിച്ചതോടെ എല്ലാ കാര്യവും തിരിഞ്ഞു. ഇത്രയും നേരം ഹീറോ എന്ന് വിളിച്ച ആ വ്യക്തി ഉണ്ടല്ലോ ആന്റോണിയോ, അവനൊരു കൊടും തെറ്റാണ് ചെയ്തത്, ആ മനുഷ്യനെ കൊന്നത്. ഇപ്പോ കീക്കിക്കാണെങ്കിലോ അവന്റെ അച്ഛന്റെ ഒരു സ്വത്ത് പോലും കിട്ടിയില്ല. ദേഷ്യം എന്ന കീക്കി ടൊയിനോന്റെ കൂടെ ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നില്ലേ, ആ വ്യക്തിക്ക് ഫോൺ ചെയ്തിട്ട് അവരെ അങ്ങ് കൊന്നേക്ക് എന്ന് പറയും. ആരൊക്കെയാന്ന് വെച്ചാല് നമ്മുടെ ചെക്കന്റെ ഭാര്യയെയും കുഞ്ഞിനെയും. ആ ബോഡി ഗാർഡ് ആണെങ്കിലോ കണ്ണിച്ചോറില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അവൻ ആന്റോണിയോയുടെ വീട്ടിൽ ചെന്ന് ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും കൊന്നുകളയും. ഇതേ സമയത്ത് ജയിലിലാണെങ്കിലോ ആ കൊളംബിയൻ പടയുണ്ടല്ലോ, റോജാസിന് ക്യാഷ് ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ കീക്കിയെ സംഘം ചേർന്ന് കുത്തിക്കൊല്ലും. വീട്ടിലെത്തി ആന്റോണിയോ കാണുന്നതോ മരിച്ചു കിടക്കുന്ന ഭാര്യയെയും മകനെയും. ഇതൊരു പ്രതികാരത്തിന്റെ കഥയായിരുന്നു. പക്ഷേ ആ പ്രതികാരം കാരണം നമ്മുടെ ഹീറോക്കാണെങ്കിലോ അവന്റെ കുടുംബം തന്നെ നശിച്ചു. ഇതിനെല്ലാം കാരണം ഒരേ ഒരു
ഒരു സംഭവം, ഡ്രഗ്സ് അഥവാ മയക്കുമരുന്ന്. ആ ഒരു സീനോടുകൂടി ഈ ഒരു ഫിലിം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം എന്താന്ന് വെച്ചാലേ അടുത്തതൊരു കിടുക്കാച്ചി കഥയാണ് മക്കളെ. അപ്പോൾ അടുത്തൊരു കഥ കാണുന്നത് വരെ ചെറിയൊരു കുട്ടി ബ്രേക്ക്.